വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും. 3-ാം പ്രവചനം. അവൻ 12 പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. സ്ഥിരീകരിക്കപ്പെട്ട ബോധ്യങ്ങളാകണം ജീവിതത്തിന്റെ ചാലകശക്തി. യേശു തന്റെ 12 ശിഷ്യന്മാരെയും അരികത്ത് വിളിച്ച് കൂട്ടി താൻ കാര്യമായി ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്ന ജീവിത രഹസ്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. യേശു അവരോടായിട്ട് തുടർന്ന് പറയുന്നു, നാം ജെറൂസലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ്. ജെറൂസലത്ത് എത്തിക്കഴിയുമ്പോൾ യഹൂദന്മാർ തന്നെ പിടിക്കുമെന്നും തന്നെ ബന്ധിക്കാൻ ഇടവരും എന്നും മർദ്ദിക്കാൻ ഇടവരുമെന്നും അങ്ങനെ തന്നെ കുരിശിൽ തറച്ച് കൊല്ലുമെന്നും യേശു അവരോടായിട്ട് പറയുക. ഇതിന് ഒരു ഏജന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് യേശു അവരോടായിട്ട് വ്യക്തമാക്കുകയാണ്. കാശ് പറ്റിക്കൊണ്ട് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. യുദാസിനെ ഉദ്ദേശിച്ചായിരിക്കാം യേശു അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളിൽ ഉള്ള മറ്റു പലരും എന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. ഞാൻ നിങ്ങൾക്ക് ആരുമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എന്നെ വെക്കും. ഇതെല്ലാം അടുത്ത് തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് യേശു അവരോടായിട്ട് വെളിപ്പെടുത്തുകയാണ്. യേശു തുടർന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എന്ന് വരികിലും ഈ സഹനത്തെ അതിജീവിച്ചുകൊണ്ട് 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന സത്യവും അവരോടായിട്ട് യേശു വെളിപ്പെടുത്തുന്നു. സുവിശേഷകനായ ലൂക്ക നമ്മോടായിട്ട് പറഞ്ഞു തരികയാണ്, യേശു അവരോട് പറഞ്ഞ യാതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ടായില്ല. എന്നാൽ യേശു പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ കൺമുമ്പിൽ അനുഭവിക്കുകയും അവരതിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോ പലതും അവരെ അനുസ്മരിക്കുകയും അവരെ തിരിച്ചറിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം അവർ ഗ്രഹിക്കാൻ ഇടവന്നത് യേശു മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്തതിനു ശേഷം യേശുവിന്റെ തന്നെ അരൂപി അവരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ അരൂപിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് യേശു അവരോട് അന്ന് യാത്രാമധ്യേ പറഞ്ഞ കാര്യങ്ങള് വസ്തുനിഷ്ഠമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില് അവർ അന്നു മുതലേ ജീവിക്കാൻ തുടങ്ങുന്നു. ഇതാണ് യേശുവിന്റെ സഭയുടെ പൈതൃകം. ഈ സ്ഥിരീകരിക്കപ്പെട്ട ബോധ്യങ്ങള് നമ്മുടെ ജീവിതത്തിന്റെയും ചാലക ശക്തിയായിട്ട് തീരണം. ഇതാണ് നമ്മിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട ബോധ്യങ്ങളായിരിക്കണം ജീവിതത്തിലെ നമ്മളെയും നയിക്കാൻ ഇടവരേണ്ടത് എന്ന സത്യം ഗ്രഹിച്ചെടുക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ.